ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഹോട്ട് ചോക്ലേറ്റ് ആണ് കേട്ടോ. അതിന് കുറച്ച് മാറ്റം വരുത്തി കഴിഞ്ഞാൽ ചോക്ലേറ്റ് കോഫി ആയിട്ട് മാറ്റാനും പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ലച്ചുമോളാണ് അത് ഉണ്ടാക്കുന്നത്. ഞാൻ കൂടെ ഒന്ന് പതുക്കെ നിൽക്കണമെന്നുള്ളൂ, ഒന്ന് സഹായിക്കാനായിട്ട്. അപ്പോൾ എനിക്കും കൂടി പഠിക്കാമല്ലോ അവൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ട്. അതിന് വേണ്ടിയിട്ടാണ്. ആദ്യം ഒരു ചെറിയ ഗ്ലാസ്സോളം പാലെടുക്കണം കേട്ടോ. അതിന് നമുക്ക് തിളപ്പിക്കാനായിട്ട് സ്റ്റൗവിൽ വയ്ക്കാം. അതെന്തിനാണെങ്കിൽ കുറച്ച് ബദാമും അതുപോലെ തന്നെ കുറച്ച് ഈത്തപ്പഴവും നമുക്കിതിൽ മുക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം എന്താണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. പാലിന് പതുക്കെ തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് 6-7 ബദാമും അതുപോലെ തന്നെ ഈത്തപ്പഴവും എടുത്തിട്ടുണ്ട് കേട്ടോ. തിളച്ചു, നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. പാല് തിളച്ചിട്ടുണ്ട്, ഓഫ് ചെയ്തു. പിന്നെ നമുക്ക് ഡേറ്റ്സിൻ്റെ കുരു മാറ്റാം കേട്ടോ. അപ്പോൾ ഡേറ്റ്സിൻ്റെ കുരുകളൊക്കെ കളഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇതിന് പാലിലേക്ക് ഇട്ട് വെക്കാം കേട്ടോ. തിളപ്പിച്ച പാലിലേക്ക് നമ്മൾ ഇതിട്ട് വെക്കുകയാണ്. ഒരു 10-15 മിനിറ്റോളം വയ്ക്കാം. മുക്കി വെക്കാം കേട്ടോ. 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെടുക്കാം. ഇനി കുതിർത്ത് വെച്ചിട്ടുള്ള ബദാമിനെയും ഈത്തപ്പഴത്തിനെയും നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇത് അരഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. കഷ്ണങ്ങളായിട്ട് എടുക്കരുത്, നന്നായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടണം. ഒന്ന് ഇളക്കി നോക്കണം കേട്ടോ. അതേ ഇനിയും കഷ്ണങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു പ്രാവശ്യം കൂടി അടിച്ചെടുക്കാം. അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇതേ ഡാർക്ക് ചോക്ലേറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിന് പീസസ് ആക്കാം. ചെറുതായിട്ട് ഇതുപോലെ കുഞ്ഞു തന്നെ അരിഞ്ഞെടുക്കാം കേട്ടോ. വേണ്ട, ഇത്ര അധികം വേണ്ട കേട്ടോ. ഒരു 4-5 പീസ് മതി കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. അരിഞ്ഞെടുക്കണ പോലെ കുഞ്ഞു തന്നെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. ബാക്കി ഒരു കപ്പ് പാലുണ്ടല്ലോ, അതിന് നമ്മൾ വീണ്ടും തിളപ്പിക്കുകയാണ്. 1.5 സ്പൂൺ കൊക്കോ പൗഡർ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈത്തപ്പഴവും ബദാമും കൂടിയിട്ട്, അത് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അത് ആഡ് ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അടിഭാഗത്ത് അധികം അറിയാതെ കുറച്ച് കെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചണ്ടി പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കതിന് മാറ്റണം. അപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പറഞ്ഞതുപോലെ തന്നെ അറിയാത്ത കുറച്ച് അതേ ഭാഗങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. പിന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നമുക്കിനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബീറ്ററുള്ളവർക്ക് അത് വെച്ചിട്ട് ചെയ്യാം, അതില്ലാത്തവർക്ക് സ്പൂണോ കയ്യിലോ എന്തൊക്കെയല്ലെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ആയിക്കോട്ടെ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു നേരം നമ്മൾ സ്റ്റവ് ഓൺ ചെയ്തിരുന്നില്ല, ഇപ്പോൾ നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. ഇത് നന്നായി തിളക്കട്ടെ അല്ലേ. ഇതിലേക്ക് നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് അരിഞ്ഞ് വെച്ചിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ആഡ് ചെയ്തു. അതിന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഭയങ്കര ലൂസായിട്ടുള്ളൊരു ഫോമിലാണ് നിൽക്കുന്നത്. ഇനി അത് കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് തിക്കാണ് വിരിക്കുന്നത്. നമ്മൾ ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടണ പോലെ ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. തിളച്ച് പോകാൻ പാടില്ല കേട്ടോ. ഓഫ് ചെയ്തപ്പോഴേക്കും ഓഫ് ചെയ്തിട്ടുണ്ട്. നന്നായി ഹോട്ടായിട്ട് സെർവ് ചെയ്യണമെങ്കിൽ സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് ഇപ്പോൾ ശരിയായിട്ടുണ്ട്. കണ്ടോ. നമുക്ക് ഈ ചൂടോടുകൂടി പകർത്താവുന്നതാണ്. ഇതിലേക്ക് പകർത്താം കേട്ടോ. ചൂടോടുകൂടി തന്നെ പകർത്താം.
എങ്ങനെയുണ്ട്? കൊള്ളാം ഗൈസ്, നല്ല രസം. ലച്ചുമോളുടെ ഹോട്ട് ചോക്ലേറ്റ് അടിപൊളിയാണ് കേട്ടോ. ഇവിടെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഉണ്ണികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.